അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കാൽ. ടെൻസിൻ്റെ രണ്ടാമത്തെ പിരിവായ വകഭേദമായ പ്രസൻറ്റ് ടെൻസ് വർത്തമാനകാലമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. കാൽ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ക്രിയാക്കെ ഹോനേക്ക സമയം. ക്രിയാക്കെ ഹോനേക്ക സമയം. ഈ സമയമാണ് കാലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമയം, ടൈം. ഒരു ക്രിയ നടക്കുന്ന ഒരു സെന്റൻസിൽ ഒരു ക്രിയ നടക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതാണ് കാലമെന്ന് കാലെന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ കാലം എന്ന് പറയും, ഹിന്ദിയിൽ കാൽ കാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂതകാലം പഠിച്ചു കഴിഞ്ഞ് ഇന്നത്തെ ടോപ്പിക്ക് വർത്തമാനകാലം. വർത്തമാനകാലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. वर्तमानकाल अथवा प्रेजेंट टेंस. ഈ വർത്തമാനകാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് क्रिया के जिस रूप से कार्य का चल रहे समय में होने का बोध हो उसे വർത്തമാനകാല कहते हैं. ക്രിയയുടെ ഏത് രൂപം കൊണ്ടാണോ ഇപ്പോഴും നടക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ വർത്തമാനകാലം എന്ന് പറയുന്നത്, പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ: क्रिया के जिस रूप से कार्य का चलते समय में होने का बोध हो वह वर्तमानकाल. क्रिया के जिस रूप से कार्य का चलते समय में होने का बोध हो. कार्य का मीन्स प्रवृत्ति. ആ പ്രവൃത്തി നടക്കുന്ന ഇപ്പോഴും നടക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ വർത്തമാനകാലം എന്ന് പറയുന്നത്. ഈ വർത്തമാനകാലത്തിന് തന്നെ 3 പിരിവുകളുണ്ട്. നമ്മൾ പാസ്റ്റ് ടെൻസ് ഭൂതകാലത്തിന് എത്ര പിരിവുകളുണ്ടെന്നാണ് പഠിച്ചത്? 6 പിരിവുകളുണ്ടെന്ന് പഠിച്ചു. സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, അപൂർണ ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ, ഹേതുമത് ഭൂതകാൽ. നമ്മൾ വിശദമായിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വർത്തമാനകാലത്തിന് 3 പ്രകാർ വർത്തമാനകാല 3 പ്രകാർ കെ ഹേം. അത് ഏതൊക്കെയാണെന്നും വളരെ സിമ്പിളാണ്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ബാക്കിയുള്ള ഗ്രാമർ സെക്ഷൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ എടുത്ത് കാണണം. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നിങ്ങൾ എല്ലാവരുടെയും ലൈക്ക് വേണം. അതുപോലെ ഷെയർ ചെയ്യണം. നമ്മുടെ വീഡിയോ, നമ്മുടെ ക്ലാസ് എല്ലാവരിലേക്കും എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി എന്താണ് നോക്കാം, വർത്തമാനകാലത്തിൻ്റെ പിരിവുകളും അതിൻ്റെ സഹായക്രിയകൾ അതെങ്ങനെയാണ് വർത്തമാനകാലത്തിൽ ഒരു സെൻറ്റൻസ് എഴുതുന്നതെന്ന് നോക്കാം. ഒരു വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇപ്പോഴും നടക്കുന്ന ക്രിയ ഇപ്പോഴും നടക്കുന്നത് ആ സമയത്തെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ വർത്തമാനകാലം എന്ന് പറയുന്നത്. വർത്തമാനകാലക്ക് 3 ഭേദ ഹോത്തേ ഹേ. എന്തൊക്കെയാണ് നോക്കാം. वर्तमान काल के 3 प्रकार के हैं. ഒന്ന് സാമാന്യ വർത്തമാനകാല, സന്ദിഗ്ധ വർത്തമാനകാല, വർത്തമാനകാൽ. മൂന്നാമത്തെ താത്കാലിക വർത്തമാനകാൽ. താത്കാലിക വർത്തമാനകാൽ അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരൂടെ പറയാം, അപൂർണ വർത്തമാനകാൽ. അപൂർണ വർത്തമാനകാൽ. അപൂർണ വർത്തമാനകാലം. സാമാന്യ വർത്തമാനകാല രൂപത്തിൻ്റെ നിയമം, അത് നമുക്ക് ഓരോ നിയമങ്ങളും നമ്മൾക്ക് ഓരോന്ന് പ്രത്യേകം എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾക്ക് ഓരോ നിയമങ്ങൾ എഴുതി പഠിച്ചു പോകാം. ഇപ്പോഴിത് 3ഉം എന്താണ് നമ്മൾക്കൊരു മനസ്സിലൊരു ധാരണ വന്നതിന് ശേഷം ഓരോന്ന് വിശദമായിട്ട് പഠിക്കാം. ഒരു സാമാന്യ വർത്തമാനകാല രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്?
ക്രിയ വർത്തമാനകാല രൂപത്തിൽ സാമാന്യമായിട്ട് ആ ക്രിയയ്ക്ക് പൂർണ്ണതയോ അപൂർണ ആണോ, ക്രിയ പൂർണ്ണമാണോ അപൂർണമാണോ എന്നുള്ള ബോധം ആ സെന്റൻസിൽ കാണത്തില്ല. അങ്ങനെയുള്ള ക്രിയകളെയാണ് നമ്മൾ സാമാന്യ വർത്തമാനകാല രൂപ ക്രിയകളെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പഠിക്കുന്നു, എഴുതുന്നു, ഉറങ്ങുന്നു, നടക്കുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ക്രിയ അത് പൂർണ്ണമാണോ അപൂർണമാണോ എന്നുള്ള ബോധം തരുന്നില്ല. അങ്ങനെയുള്ള ക്രിയകൾക്കാണ് സാമാന്യ വർത്തമാനകാല രൂപ ക്രിയകളെന്ന് പറയുന്നത്. സാമാന്യ വർത്തമാനകാല രൂപത്തിൽ നമ്മൾ ആ ക്രിയ എഴുതുന്നത്. വർത്തമാനകാല രൂപത്തിലെ ക്രിയകൾക്ക് സംശയം തോന്നുന്ന രീതിയിൽ വരുന്നതാണ് സന്ദിഗ്ധ വർത്തമാനകാല രൂപം എന്ന് പറയുന്നത്. താൽക്കാലിക വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, പ്രസന്റ് ടെൻസിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിനാണ് താൽക്കാലിക വർത്തമാനകാല രൂപം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നാലാമതായിട്ട് നമ്മൾക്കൊരു പിരിവുകൂടി എഴുതുന്നുണ്ട്. താൽക്കാലിക വർത്തമാനകാല രൂപത്തിലെ തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രിയകൾക്ക് സംശയം തോന്നുന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ, സംശയം തോന്നത്തക്ക രീതിയിലുള്ള സമയത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന് സംഭാവ്യ വർത്തമാനകാലം എന്ന് പറയും. സംഭാവ്യം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, നാലാമതൊരു രൂപമായിട്ട് എഴുതിയ സംഭാവ്യ വർത്തമാനകാലം. ഇതിന് താൽക്കാലിക വർത്തമാനകാല രൂപത്തിൽ സംശയം തോന്നുന്ന രീതിയിൽ എഴുതുക. ഇതിനിപ്പോൾ സാമാന്യ വർത്തമാനകാല രൂപത്തിന് സംശയം തോന്നുന്ന അഥവാ സംശയം തോന്നുന്ന രീതിയിൽ എഴുതുന്നതാണ് സാമാന്യ വർത്തമാനകാല രൂപത്തിന് സംശയം തോന്നുന്ന രൂപത്തിൽ എഴുതുന്നതാണ് ഇവിടെ നമുക്ക് എന്താണ് സന്ദിഗ്ധ വർത്തമാന രൂപം. ആ നിയമം നമുക്ക് ഇതിന്റെ സഹായക്രിയകൾ പഠിക്കാൻ എളുപ്പമുണ്ട്. സാമാന്യ വർത്തമാനകാല രൂപത്തിന് സന്ദേഹം അഥവാ സംശയം തോന്നുന്ന രീതിയിൽ എഴുതുന്നതാണ് സന്ദിഗ്ധ വർത്തമാനകാല രൂപം എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാകും. താൽക്കാലിക വർത്തമാനകാല രൂപത്തിന് സംശയം തോന്നുന്ന രീതിയിൽ എഴുതുന്നതാണ് സംഭാവ്യ വർത്തമാനകാലം. അപ്പോൾ ഇതെന്താണ് സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമാണോ അപൂർണമാണോ എന്ന് ആ വേർഡ് കേട്ടാൽ നമുക്ക് അറിയാൻ കഴിയില്ല. പഠിക്കുന്നു, എഴുതുന്നു എന്ന് പറയണം. അതിന് സംശയം തോന്നുന്ന രീതിയിൽ സന്ദിഗ്ധ വർത്തമാനകാലം പഠിക്കുന്നുണ്ടാകും, സംശയമാണ് അവിടെ. പഠിക്കുന്നുണ്ടാകും, അവൻ പഠിക്കുന്നുണ്ടാകും, അവൻ എഴുതുന്നുണ്ടാകും. പ്രസന്റ് ടെൻസിൽ നടക്കുകയാണ്, പക്ഷെ അതിനൊരു സംശയം തോന്നുന്നു. ഇവിടെ താൽക്കാലിക വർത്തമാനകാല രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലിക വർത്തമാനകാല രൂപം തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രിയകൾക്കാണ് താൽക്കാലിക വർത്തമാനകാല രൂപം എന്ന് പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുടർച്ചയെ സൂചിപ്പിക്കുന്നതിനാണ് താൽക്കാലിക വർത്തമാനകാല രൂപം എന്ന് പറയുന്നത്. സംഭാവ്യ വർത്തമാനകാല രൂപം എന്ന് പറഞ്ഞാൽ താൽക്കാലിക അല്ലെങ്കിൽ അപൂർണ വർത്തമാനകാല രൂപം എന്ന് പറഞ്ഞാൽ തുടർച്ചയെ സൂചിപ്പിക്കുന്നു. സംഭാവ്യ വർത്തമാനകാല രൂപം എന്ന് പറഞ്ഞാൽ ഈ താൽക്കാലിക വർത്തമാനകാല രൂപത്തിന് തന്നെ സന്ദേഹം തോന്നിക്കുന്ന രീതിയിലുള്ള ക്രിയകൾ വരുന്ന ആ സമയത്തിനെ സൂചിപ്പിക്കുന്നതിനാണ് സംഭാവ്യ വർത്തമാനകാലം എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ തുടർച്ചയാണ്, അവിടെ ഒരു സംശയവും ആണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് കൊണ്ടിരിക്കുകയാകും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാകും എന്നുള്ള സംശയത്തെ സൂചിപ്പിക്കുന്നതാണ് അവിടെ സംഭാവ്യ വർത്തമാനകാല രൂപം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടെ നോക്കാം. ഇവിടെ വർത്തമാനകാല് 3 प्रकार के हैं. सामान्य വർത്തമാനകാല്, സന്ദിഗ്ധ വർത്തമാനകാല്, താൽക്കാലിക വർത്തമാനകാല് അഥവാ അപൂർണ വർത്തമാനകാല്. അതിന്റെ തന്നെ വേറൊരു പിരിവാണ് സംഭാവ്യ വർത്തമാനകാലം. അപ്പോൾ ഇത് സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രിയ സാമാന്യമായിട്ട് ആ പൂർണ്ണമാണോ അപൂർണമാണോ എന്ന് ബോധം തരാത്ത രീതിയിലുള്ള സമയത്തെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ സാമാന്യ വർത്തമാനകാല രൂപം എന്ന് പറയുന്നത്. സന്ദിഗ്ധ വർത്തമാനകാല രൂപം എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസിൽ നടക്കുന്നതാണ്, പക്ഷെ ഒരു സംശയത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ സന്ദിഗ്ധ വർത്തമാനകാല രൂപം എന്ന് പറയുന്നത്. താൽക്കാലിക വർത്തമാനകാല രൂപം എന്ന് പറഞ്ഞാൽ ആ സമയത്തെ സൂചിപ്പിക്കുന്നത് ഒരു ക്രിയ നടക്കുന്ന തുടർച്ചയെ സൂചിപ്പിക്കുന്നതിനാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് പൂർണ്ണതയായില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ താൽക്കാലിക വർത്തമാനകാല രൂപം അഥവാ അപൂർണ വർത്തമാനകാലം എന്ന് പറയുന്നത്. ഈ താൽക്കാലിക വർത്തമാനകാല രൂപത്തിന് തന്നെ സംശയം തോന്നിക്കുന്ന രീതിയിൽ എഴുതുന്നതാണ് സംഭാവ്യ വർത്തമാനകാലം. തുടർച്ചയെ സൂചിപ്പിക്കുന്നു, പക്ഷേ അവിടെ ഒരു ഡൗട്ട്, ഒരു സംശയവും ഉണ്ട്. അതുകൊണ്ട് അതിനെ സൂചിപ്പിക്കുന്നതാണ് സംഭാവ്യ വർത്തമാനകാലം. മനസ്സിലായല്ലോ? ഈ 4 വർത്തമാനകാല രൂപങ്ങൾ എന്താണെന്ന് പിടികിട്ടില്ലയോ? ഇനി ഇത് ഓരോ വർത്തമാനകാല രൂപത്തിൻ്റെയും ഡെഫിനിഷൻ നിയമവും പഠിച്ച് അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് സെൻറ്റൻസ് കിട്ടിയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ
പാസ്റ്റ് ടെൻസിൽ പഠിച്ചതുപോലെ സകർമ്മ ക്രിയെന്നോ അകർമ്മ ക്രിയെന്നോ ഒന്നും നോക്കണ്ട. ഇതിന് സിമ്പിളായിട്ടുള്ള ഒരു നിയമമേ ഉള്ളൂ. അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ടെൻസിലെ ക്രിയകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്താണെന്ന് നോക്കാം. വർത്തമാനകാലത്തിലെ ഒന്നാമത്തെ പിരിവായ സാമാന്യ വർത്തമാനകാല രൂപമാണ് നമ്മൾ പഠിക്കുന്നത്. സാമാന്യ വർത്തമാനകാലം. ഈ വർത്തമാനകാല രൂപം നമ്മൾ പ്രസന്റ് ടെൻസ് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യമേ നോട്ട് ചെയ്യേണ്ട ഒരു സെന്റൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? വർത്തമാനകാൽ में ക്രിയ कर्ता के अनुसार बदलती है. അതാണ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്. വർത്തമാനകാൽ में ക്രിയ कर्ता के अनुसार बदलती है എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിലെ ക്രിയ എന്താണെന്ന് അറിയാമല്ലോ. ക്രിയയുടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആ വീഡിയോ കാണാത്തവർ കാണണം. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെന്റൻസിൽ സബ്ജക്റ്റ് ചെയ്യുന്ന കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് കർത്താവ് എന്ന് പറയുന്നത്. ആ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ട് ബാക്കി പഠിപ്പിക്കാം. ക്രിയാധാതു. ഈ ക്രിയാധാതുവാണ് നമ്മൾക്ക് ടെൻസ് പഠിക്കുമ്പോൾ നമുക്ക് ക്രിയാധാതുവാണ് വേണ്ടുന്നത്. നമുക്ക് ഈ ക്രിയ എന്ന് പറഞ്ഞാൽ സാധാരണ ക്രിയ, പഠന, ലിഖന, ചലന, ഇതെല്ലാം ക്രിയകളാണ്. നമ്മൾ ക്രിയ എന്നുള്ള വീഡിയോയിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, കാണുക. അപ്പോൾ ഈ സാധാരണ ക്രിയകളെല്ലാം ഞാ പ്രത്യയത്തിൽ അവസാനിക്കും. ഞാ എന്നുള്ള പ്രത്യയത്തിൽ അവസാനിക്കും. ഈ ഞാ പ്രത്യയം മാറ്റുമ്പോൾ കിട്ടുന്ന രൂപമാണ് ക്രിയാധാതു എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഈ ഞാ പ്രത്യയം മാറ്റുമ്പോൾ കിട്ടുന്ന രൂപമാണ് ക്രിയാധാതു. പഠനയുടെ ക്രിയാധാതു പഠ്, ലിഖനയുടെ ക്രിയാധാതു ലിഖ്, ചലനയുടെ ക്രിയാധാതു ചൽ. വർത്തമാനകാലത്തിലെ നിയമം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ക്രിയ എപ്പോഴും, പ്രവൃത്തി എപ്പോഴും കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ച് ആയിരിക്കും. ലിംഗം, വചനം ഇതൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാം. ആദ്യത്തെ വീഡിയോകളെല്ലാം പ്രയോജനം ചെയ്യുന്നതാണ്. ഗ്രാമർ സെക്ഷൻ്റെ ഫസ്റ്റ് അടിസ്ഥാന കാര്യങ്ങളാണ് ഓരോന്നും നമ്മൾ ഓരോ വീഡിയോകളായിട്ട് ചെയ്തു വരുന്നത്. നിങ്ങൾ ആദ്യം മുതൽ കാണണം. നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് കാണാത്തവർ കൂടി ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ക്രിയാധാതു അറിയാലോ. അപ്പോൾ ക്രിയ നമ്മൾ പ്രവൃത്തി ആ ക്രിയ എഴുതണമെങ്കിൽ കർത്താവിനനുസരിച്ച് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്താണെന്ന് നോക്കാം. സെന്റൻസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. സാമാന്യ വർത്തമാനകാലത്തിന്റെ നിയമം എന്താണ്? അതുകൊണ്ട് നമുക്ക് എഴുതി പോകാം. ക്രിയ ആക്കിയ ജിസ് രൂപസേ, क्रिया के जिस रूप से कार्य का चलते समय में सामान्य रूप से होने का बोध हो. ക്രിയയുടെ ഏത് രൂപം കൊണ്ടാണോ കാര്യം, പ്രവൃത്തി ചലത്തെ സമയം പ്രസന്റ് ടെൻസിൽ സാമാന്യ രൂപസേ ഹോനേക്കാ ബോധഹോ, സാധാരണ രീതിയിൽ സാമാന്യ രൂപത്തിൽ നടക്കുന്നു എന്നുള്ള ബോധം തരുന്നത് അതിനെയാണ് നമ്മൾ സാമാന്യ വർത്തമാനകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ നിയമം എന്താണെന്ന് നോക്കാം. സാമാന്യ വർത്തമാനകാല രൂപം ഉണ്ടാക്കാൻ ക്രിയാധാതു പ്ലസ് ത, ഹേ, തേ, ഹൈം, തി, ഹേ, തി, ഹൈം ഇത്രയും ചേർക്കണം. താഹേ, തേഹൈം, തീഹേ, തീഹൈം. പിന്നീട് നമുക്ക് മയം വരികയാണെങ്കിൽ അത് എഴുതാം. താ, ഹും, തീ, ഹും, അതുപോലെ തേ, ഹോ, തീ, ഹോ. വളരെ സിമ്പിളാണ്. നമ്മൾക്കിതൊന്നും കാണാതെ പഠിക്കുന്ന പ്രയാസമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രയാസമില്ല, നമുക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. അവിടെ നോക്കാം. ക്രിയാധാതുവിനോടൊപ്പം സെൻറ്റൻസ് നമുക്ക് എക്സാം എഴുതുമ്പോൾ മനസ്സിലാവും. ക്രിയാധാതുവിനോടൊപ്പം, ക്രിയാധാതു അറിയാലോ, നാപ്രത്യയം മാറ്റുമ്പോൾ ക്രിയയുടെ നാപ്രത്യയം മാറ്റുമ്പോൾ കിട്ടുന്ന രൂപമാണ് ക്രിയാധാതു. അത് വളരെ സിമ്പിളാണ്. അതിനോടൊപ്പം താഹേ,
തേഹയും തീഹേ തീഹയും താഹും തീഹും തേഹോ തീഹോ ഇങ്ങനെ ചേർക്കണം. അപ്പോൾ ഇതെങ്ങനെ ചേർക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ താഹേ ചേർക്കുന്നത് ഒരു എക്സാമ്പിൾ എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നവീൻ കവിത ലിഖ് താഹേ. എന്തുകൊണ്ടാണ് മനസ്സിലായത് താഹേ വന്നത്? നവീൻ കവിത ലിഖ് താഹേ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ താഹേ വന്നത് കർത്താവ്. നമ്മൾ എന്താണ് ഒരു നിയമം പഠിച്ചത്? ആ നിയമം ഒന്ന് എഴുതിയിടാം നമുക്ക്. ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടുന്നത്. വർത്തമാനകാലമേയും क्रिया कर्ता के अनुसार बदलती है. वर्तमान काल में क्रिया कर्ता के अनुसार बदलती है. ഇതാണ് വർത്തമാനകാലത്തിൽ ക്രിയ കർത്താക്ക് അനുസാർ, കർത്താവിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? മാറുന്നു. കർത്താവിനനുസരിച്ച് മാറുന്നു. അത് മാത്രം കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമോ? ആ സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ആക്ഷൻ ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്നത്. ഈ വർത്തമാനകാലത്തിലാണ്, മറ്റുള്ള കാലത്തിലല്ല. വർത്തമാനകാലത്തിൽ ക്രിയ കർത്താവിനനുസരിച്ച് മാറുന്നു. പാസ്റ്റ് ടെൻസിലൊക്കെ എങ്ങനെ മാറുന്നത് അത് വിശദമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഭൂതകാലത്തിലെ ക്രിയകളുടെ മാറ്റം സംഭവിക്കുന്നതൊക്കെ അത് നിങ്ങൾ കാണുക. വളരെ സിമ്പിളാണ്. നല്ല കമൻറ്റുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിഞ്ഞതിൽ. അതുപോലെ അതിനേക്കാളും വളരെ സിമ്പിളാണിത്. അപ്പോൾ വർത്തമാനകാലത്തിലെ ക്രിയ കർത്താവിനനുസരിച്ച് മാറുന്നു. അതാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ പറയുമ്പോൾ അത് എന്താണെന്ന് വ്യക്തമാകും. നവീൻ കവിത ലിഖ് താഹേ. നവീൻ എന്ന് പറയുന്നത് ഒരു പുരുഷനാണ്, ഏകവചനമാണ്. അപ്പോൾ പുല്ലിംഗം ഏകവചനമാണ് നവീൻ എന്ന് പറയുന്നത്. അപ്പോൾ കവിതയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ നിയമമുണ്ട്, അത് വേറെ. ഇത് പ്രസന്റ് ടെൻസിൽ ഇപ്പം നവീൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ഏകവചനമാണ്. അതുകൊണ്ട് ക്രിയാധാതുവിനോടൊപ്പം ലിഖിനയാണ് ഇവിടുത്തെ. ലിഖിനയുടെ ക്രിയാധാതുവാണ് ലിഖ്. ലിഖിന സാമാന്യ ക്രിയ എഴുതുക. എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ടെൻസ് ആവത്തില്ലല്ലോ, സമയത്തെ സൂചിപ്പിക്കത്തില്ലല്ലോ. എഴുതുക എന്നുള്ളത് എന്താണ്? സാമാന്യ ക്രിയയാണ്. എഴുതുക. അതിനെ നമുക്ക് എന്താക്കണം? എഴുതുന്നു സാമാന്യ വർത്തമാനകാലം. എഴുതുകയാകും സംശയം. എഴുതുകയാകും. എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് എന്താണ്? എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. എഴുതിക്കൊണ്ടിരിക്കുകയാകും. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക എന്നുള്ള ക്രിയയെ സമയത്തിനനുസരിച്ച് സമയമനുസരിച്ച് ടെൻസിലാക്കി എഴുതുന്നത്. ഇങ്ങനെയാണ് എഴുതുന്നു, എഴുതുകയാകും. പ്രസന്റ് ടെൻസ്. ഇത് പ്രസന്റ് ടെൻസിലാണ്. എഴുതുന്നു സാമാന്യ വർത്തമാനകാലത്തിലാണ് ഈ 4 രീതിയിൽ വരുന്നത്. എഴുതുന്നു, എഴുതുകയാകും, എഴുതിക്കൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുകയാകും, ഇങ്ങനെ വരുന്നത്. അപ്പോഴേ ഈ ലിഖ്ന എന്നുള്ള ക്രിയയാണ് നമ്മൾ ഈ താഹേ ചേർത്തത്. താഹേ ചേർത്ത് എവിടെ? സാമാന്യ ക്രിയയുടെ സാമാന്യ വർത്തമാനകാല രൂപം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. എഴുതുന്നു, പഠിക്കുന്നു, നടക്കുന്നു. ഇവിടെ നവീൻ കവിത ലിഖ്താഹേ. നവീൻ കവിത എഴുതുന്നു. സാമാന്യ വർത്തമാനകാലം. നവീൻ കവിത എഴുതുന്നു എന്നാണ് എഴുതുന്നത്. അപ്പോൾ നവീൻ ഇവിടെ പുല്ലിംഗം ഏകവചനം ആയതുകൊണ്ട് ക്രിയാധാനോടൊപ്പം താഹേ എന്ന് ചേർത്തു. പുല്ലിംഗം ഏകവചനമായപ്പോൾ ക്രിയാധാനോടൊപ്പം താഹേ ചേർത്തു. ഇവിടെ എന്താണ്? പുല്ലിംഗം ഏകവചനം. ഇവിടെ തേഹയും വരുന്നത് എവിടെയാ? പുല്ലിംഗം ബഹുവചനം. ഇവിടെ തീഹേ വരുന്നത് സ്ത്രീലിംഗം ഏകവചനം. ഇവിടെ തീഹയും സ്ത്രീലിംഗം ബഹുവചനം. ഇവിടെ താഹും വരുന്നത് മയും പുല്ലിംഗം കർത്താവായി വരുമ്പോൾ താഹും വരും. മയും പുല്ലിംഗം കർത്താവായി വരുമ്പോൾ. ഇവിടെ തീഹും വരുന്നത് മയും സ്ത്രീലിംഗം കർത്താവായി വരുമ്പോൾ. ഇവിടെ തേഹോ വരുന്നത് തും പുല്ലിംഗം കർത്താവാണെങ്കിൽ തീഹോ വരുന്നത് തും സ്ത്രീലിംഗം കർത്താവാണെങ്കിൽ. നമ്മളിത് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ പറയാൻ ശ്രദ്ധിച്ചിരുന്നാൽ മതി.
അവിടെ നവീൻ കവിത ലിഖ്താഹെ. നവീൻ ആൺകുട്ടിയാണ്, പിന്നെ ഏകവചനം ഒന്നേ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ക്രിയാധാരനോടൊപ്പം താഹേന്ന് ചേർത്തു. ഇവിടെ പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ ക്രിയാധാരനോടൊപ്പം തേ ഹൈം ചേർക്കണം. പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ ക്രിയാധാരനോടൊപ്പം തീർക്കണം തേ ഹൈം. പുല്ലിംഗം ബഹുവചനം എന്ന് പറഞ്ഞാൽ 2 ആൺകുട്ടികൾ കാണണം, അതുപോലെ 2 ആൺകുട്ടികൾ കാണാം, ഒന്നോ അതിൽ കൂടുതലോ ആൺകുട്ടികൾ ബോയ്സ് പുല്ലിംഗമായിരിക്കണം. അപ്പോൾ ഇവിടെ പുല്ലിംഗം ബഹുവചനം എഴുതുന്നത് നമുക്ക് എന്തെഴുതാം? ഒന്നിൽ നവീൻ, അവർ, അരുൺ 2 കുട്ടികളെ ചേർക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിന് പകരം അവർ ആൺകുട്ടികളെ നമുക്ക് പ്രോനൗൺ ഉപയോഗിച്ചൂടെ, സർവനാമം ഉപയോഗിച്ചൂടെ. അവിടെ വേ കവിത അവർ. അവർ എന്ന് പറഞ്ഞാൽ ഇവിടെ പുല്ലിംഗം ബഹുവചനാണ്, ബോയ്സ് ആണ്. കവിത ലിഖ് തേഹൈം. അവർ കവിത എഴുതുന്നു ബോയ്സിനെ പറയണമെങ്കിൽ തേഹൈം അവിടെ ചേർക്കണം. ഇവിടെ കണ്ടോ, തേഹൈം ഹൈം. അതിൽ ഈ ഹേ ഹൈം ഹും ഹോയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എന്താണ് അതിൻ്റെ അർത്ഥമെന്നും ഇത് എവിടേക്കാണ് വരുന്നതെന്നും ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഹേ എവിടെ ഉപയോഗിക്കുന്നത്? ഏകോദന സെൻറ്റൻസുകളിൽ. ഹൈം ബഹുവചന സെൻറ്റൻസുകളിൽ. ഹും മൈം കർത്താവായിട്ട് വരുമ്പോൾ ഹും ഉപയോഗിക്കും, ഹോ തും കർത്താവായിട്ട് വരുമ്പോൾ ഉപയോഗിക്കും. അത് വിശദമായി കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടി നിങ്ങൾ എടുത്ത് കാണുക. അത് ഇനി സ്ത്രീലിംഗം ഏകോചനം വരികയാണെങ്കിൽ തീ ഹേന്ന് ചേർക്കണം. പ്രസന്റ് സാമാന്യ വർത്തമാനകാല രൂപ സെന്റൻസ് ഉണ്ടാക്കാൻ സ്ത്രീലിംഗം ഏകോചനം വരുവാണെങ്കിൽ ക്രിയാധാരനോടൊപ്പം തീ ഹേന്ന് ചേർക്കണം. നോക്കാം, നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ നയന നമുക്ക് എഴുതാം. നയന സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയെ ഉദ്ദേശിക്കാം. ഏകവചനമാണ്, ഒരാളേ ഉള്ളൂ. കവിത ലിഖ് തീ ഹേ. ഇവിടെ തീഹേന്ന് വന്നു. പിന്നീട് സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിൽ നമുക്ക് അതിനും സ്ത്രീലിംഗം പെൺകുട്ടികളെ നമുക്ക് വേ എന്ന് പറഞ്ഞൂടെ. വേ അല്ലെങ്കിൽ 2 പെൺകുട്ടികളുടെ പേരെഴുതാം, ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുടെ പേരെഴുതാം. ഇവിടെ വേ നമുക്ക് ഉപയോഗിക്കാം, പ്രൗനൗൺ ഉപയോഗിക്കാം, സർവനാമം. വേ കവിത ലിഖ് തീ. ഇവിടെ തീ ആണ്, ഹേക്ക് വ്യത്യാസം വരും. തീ ഹൈം ഉത്തരണം തീ ഹേം. അപ്പോൾ ഇവിടെ സ്ത്രീലിംഗം ബഹുവചനമായതുകൊണ്ട് എന്ത് ചേർത്തു? തീ ഹേംന്ന് ചേർത്തു. നെക്സ്റ്റ് മൈം പുല്ലിംഗം കർത്താവാണെങ്കിൽ ഞാൻ കവിത എഴുതുന്നു എന്ന് പറയണം. ഞാൻ കവിത എഴുതുന്നു ഒരു ആൺകുട്ടി പറയണം. ഞാൻ കവിത എഴുതുന്നു എന്ന് ആൺകുട്ടി പറഞ്ഞാൽ മായും കവിത ലിഖ് താ ഹും. മൈ കവിത ലിഖിത്താഹും. ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് എക്സാമിനൊക്കെ പൂരാക്കരോ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കാം. ഈ ഹേ ഹൈം ഹുമോ ലാസ്റ്റ് വരുന്നത്, അതല്ല തേ ഹൈം, ഈ സഹായക്രിയകൾ ഏതാണെന്ന് തെറ്റിച്ച് കൊടുത്ത് അതിന് കറക്റ്റാക്കി എഴുതാൻ ചോദിക്കും. എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്ത് വെച്ചിരുന്നാൽ വളരെ സിമ്പിളാണ്. ഇനി മൈൻ സ്ത്രീലിംഗം വരികയാണെങ്കിൽ ഞാൻ ഒരു പെൺകുട്ടി പറയുകയാണ് ഞാൻ കവിത എഴുതുന്നു. കവിത എഴുതുന്നു എന്നാണ് സാമാന്യമായിട്ട് പറയുകയാണ്. കവിത ലിഖ്തി ഹേ. ഞാൻ കവിത എഴുതുന്നു എന്ന് പെൺകുട്ടി പറയുകയാണെങ്കിൽ മൈൻ കവിത ലിഖ്തി ഹേ. ഇനി തും വരികയാണ്. തും നിങ്ങൾ കവിത എഴുതുകയാണോ? നിങ്ങൾ കവിത എഴുതുകയാണ്. ബോയ്സിനെ കുറിച്ച്, ആൺകുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ തും കവിത ലിഖ് തേ ഹോ. ഹൈ അവിടെ എന്താകും? ഹോയ് ആയിട്ട് മാറും തും വരുമ്പോൾ. ഇവിടെ സ്ത്രീകളെ കുറിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തും കവിത ലിഖ് തേ ലിഖ്തി ഹോ. തും കവിത ലിഖ്തി ഹോ. മനസ്സിലായോ? वर्तमानकाल 3 प्रकार के हैं. सामान्य वर्तमानकाल, संदिग्ध वर्तमानकाल, താൽക്കാലിക വർത്തമാനകാൽ അഥവാ അപൂർണ വർത്തമാനകാൽ, അതിന് തന്നെ സംശയം തോന്നിപ്പിക്കുന്നത് സംഭാവ്യ വർത്തമാനകാൽ. ഇവിടെ സാമാന്യ വർത്തമാനകാലം എന്താണെന്നും അതിൻ്റെ നിയമം അത് എങ്ങനെയാണ് എഴുതുന്നതെന്നുമാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഇവിടെ വളരെ സിമ്പിളാണ്. താഹേ, തേഹേൻ, തീഹേ, താഹും, തീഹും, തേഹോ, തീഹോ ഇത്രയും ചേർത്താൽ മതി. അത് എവിടേക്കാണെന്നാണ് നമ്മളിപ്പോഴും പഠിച്ചത്. ഈ ഒരെണ്ണം മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി 2-3 എണ്ണവും വർത്തമാനകാലത്തിലെ 3 പിരിവുകളുടെ സഹായക്രിയകൾ ചേർത്ത് എഴുതാനും യാതൊരു പ്രയാസവുമില്ല. ഇതാദ്യം മനസ്സിലൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇത്രയും ഇവിടം വരെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ സന്ദിഗ്ധ വർത്തമാനകാല രൂപം എങ്ങനെയാണെന്ന് നോക്കാം.
സന്ദിഗ്ധ വർത്തമാനകാലം. സന്ദിഗ്ധ വർത്തമാനകാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സംശയം, സന്ദേഹത്തെ സൂചിപ്പിക്കും. ഡെഫിനേഷൻ: കാര്യക്ക് वर्तमान काल में होने में वर्तमान काल में होने में संदेह प्रकट हो। ക്രിയ വർത്തമാനകാലത്തിൽ, കാര്യം മീൻസ് ക്രിയ വർത്തമാനകാലത്തിൽ നടക്കുന്നു സന്ദേഹം ഉണ്ടാക്കുന്ന ക്രിയകൾക്കാണ് നമ്മൾ അതിനെയാണ് നമ്മൾ സന്ദിഗ്ധ വർത്തമാനകാലം എന്ന് പറയുന്നത്. ഈ സന്ദിഗ്ധ വർത്തമാനകാല രൂപം ഉണ്ടാക്കാൻ ക്രിയാധാതുവിനോടൊപ്പം ഏതൊക്കെ സഹായക്രിയകൾ ചേർക്കണമെന്ന് നമ്മൾക്ക് നോക്കാം. ക്രിയാധാതു പ്ലസ് ത ഹോഗ. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? സാമാന്യ വർത്തമാനകാലത്തിൽ ത ഹേ, ഇതിൽ ത ഹോഗ. ഇനി നിങ്ങൾക്ക് എല്ലാം സിമ്പിളാണ്. കഴിഞ്ഞത് പഠിച്ചതുപോലെ തന്നെ തായെ തേയാക്കുക, തീയാക്കുക, ഹോഗ ഹോഗയാക്കുക, ഹോഗി ഹോഗിയാക്കുക, ഹൂങ്ക, അങ്ങനെ ഓർഡറിന് വരും. നമുക്ക് എന്താണെന്ന് നോക്കാം. ത ഹോഗ, തേ ഹോങ്കെ. ഈ ഹോഗ എന്നുള്ളത് ഹോങ്കെ എന്നായി. ഇനി ഏതാണ്? തീ ഹോഗ, തീ ഹോഗി, തീ ഹോങ്കി. ഇതാണ് മായും പുല്ലിംഗം വരുമ്പോൾ താ ഹൂങ്ക, തീ ഹോങ്കി. സന്ദിഗ്ധ വർത്തമാനകാല രൂപം ഉണ്ടാക്കാൻ ക്രിയാധാനോടൊപ്പം താ ഹോഗ, തേ ഹോങ്കെ, തീ ഹോഗി, തീ ഹോങ്കി, താ ഹൂങ്ക, തീ ഹൂങ്കി എന്ന് ചേർക്കണം. ഇത്രയും സഹായക്രിയകൾ ചേർക്കണം. ഇത് ആദ്യത്തെ സാമാന്യ വർത്തമാനകാല രൂപത്തിൽ പറഞ്ഞതുപോലെ തന്നെ പുല്ലിംഗ ഏകവചനത്തിൽ താ ഹോഗ, പുല്ലിംഗം ബഹുവചനത്തിൽ തേ ഹോങ്കെ, സ്ത്രീലിംഗ ഏകവചനത്തിൽ തീ ഹോഗി, സ്ത്രീലിംഗം ബഹുവചനത്തിൽ തീ ഹോങ്കി. സബ്ജക്റ്റ് കർത്താവ്. മെയിൻ പുല്ലിംഗം വരികയാണെങ്കിൽ താ ഹൂങ്ക, മെയിൻ സ്ത്രീലിംഗം വരുവാണെങ്കിൽ തീ ഹൂങ്കി എന്നും ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. ഇത്രയേ ഉള്ളൂ. വർത്തമാനകാല രൂപം വളരെ സിമ്പിളാണ് പഠിക്കാൻ. സാമാന്യ വർത്തമാനകാല രൂപത്തിൽ എഴുതിയ അതേ എക്സാമ്പിൾ തന്നെ ഇതിന് ചെയ്യാം. അപ്പോഴേ ഒന്നുകൂടി മനസ്സിലാവും. നവീൻ കവിത. ആദ്യം നമ്മൾ സാമാന്യ രൂപത്തിൽ എങ്ങനെയാണ് പറയുന്നത്? നവീൻ കവിത എഴുതുന്നു. ഇതിൽ എങ്ങനെ സംശയം സൂചിപ്പിച്ച് പറയണം? സന്ദിഗ്ധ വർത്തമാനകാല രൂപമാണ്. നവീൻ കവിത എഴുതുന്നുണ്ടാകും. അവിടെ ഡൗട്ടാണ്, സംശയമാണ്. നവീൻ കവിത ലിഖ്ത ഹോഗ. മനസ്സിലായോ? നവീൻ കവിത എഴുതുന്നുണ്ടാകും. പുല്ലിംഗം ബഹുവചനത്തിലാണെങ്കിൽ വേ അവർ കവിത എഴുതുന്നുണ്ടാകും. വേ കവിത. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. നിങ്ങൾ തന്നെ എഴുതിയിട്ട് ഇതിൽ നോക്കിയാൽ മതി. ലിഖ്തേ. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയതിന് ശേഷം ഞാൻ എഴുതിയതുമായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വേ ലിഖ്തേ ഹോങ്കെ. എങ്ങനെയാണ്? നവീൻ നയനയില്ലേ നമ്മൾ എഴുതിയത്? നയന കവിത ലിഖ്തി ഹോഗി. നെക്സ്റ്റ് പെൺകുട്ടികളാണെങ്കിൽ വേ അവർ പെൺകുട്ടികൾ കവിത ലിഖ്തി ഹോങ്കി. രണ്ട് കാലങ്ങളാണ് ഇന്ന് പഠിച്ചത്. വർത്തമാനകാല രൂപത്തിൽ 3 പിരിവുകളുണ്ട്. അതിൻ്റെ 2 പിരിവുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഈ 2 പിരിവുകൾ സാമാന്യ വർത്തമാനകാല രൂപവും സന്ദിഗ്ധ വർത്തമാനകാല രൂപവും നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ താൽക്കാലിക വർത്തമാനകാല രൂപവും സംഭാവ്യ വർത്തമാനകാല രൂപവും പഠിക്കാം. ഓക്കെ, താങ്ക് യു.